ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ശിവകാർത്തികേയൻ്റെ പുതിയ സിനിമയുടെ ഒരു ടൈറ്റിൽ ഗ്ലിംസ് പുറത്തു വന്നിട്ടുണ്ട്. സോ AR മുരുകദോസിന്റെ ഒപ്പമാണ് കൊളാബ് ചെയ്യുന്നത്. ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉള്ളൊരു സിനിമയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം അനിയണ്ണൻ അനിരുദ്ധ്. മൂപ്പരെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. AR മുരുകദോസിനെ കുറിച്ച് പറയുന്ന സമയത്ത് തമിഴ് ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടർമാരിൽ ഒരാളാണ് AR മുരുകദോസ് എന്ന് പറയുന്നത്. നമ്മുടെ പല ബിഗ് സ്റ്റാർസിന്റെയും ലൂസിങ് ഫേസിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള പല കംബാക്ക് സിനിമകളും എടുത്തിട്ടുള്ളത് മൂപ്പരാണ്. അജിത്ത് പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ദീനെടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. വിജയ് പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് തുപ്പാക്കി എടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ഒന്ന് രണ്ട് സിനിമകളായിട്ട് ഇപ്പൊ ദർബാറും സർക്കാരും പ്രതീക്ഷിച്ച അത്ര വിജയം നേടാൻ സാധിച്ചിട്ടില്ല. ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ രണ്ട് സിനിമകളെ സംബന്ധിച്ചും. എന്തായാലും ശിവകാർത്തികേയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു വിജയ്ക്ക് ശേഷം ഇനി ആര് എന്നുള്ള ചോദ്യത്തിന് എല്ലാവരും പറയുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് ശിവകാർത്തികേയൻ എന്നുള്ളൊരു ഒരു മുഖം ഫേസാണ് ഉയർന്നു വരുന്നത്. സോ അദ്ദേഹത്തിന് ഇനിയും പ്രൂവ് ചെയ്യാൻ ഒരുപാടുണ്ട്. കാരണം ഇത്രയും കാലം നമ്മൾ ഈ ചെറിയ കുട്ടികൾക്കിടയിലുള്ള തക്കിടതിരിയുടെ പരിപാടികളൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി മൂപ്പർ എടുക്കുന്ന വേഷങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിജയ് ചെയ്യുന്ന തരത്തിലുള്ള വേഷങ്ങളും അതുപോലെ തന്നെ ഒരു സൂപ്പർ ഹീറോ വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. മാവീരൻ എന്ന് പറഞ്ഞിട്ടുള്ളതും അതുപോലെ ഹീറോ എന്ന് പറയുന്നൊരു വേഷം ഒരു പടം ചെയ്തിട്ടുണ്ട്. അതിൽ നല്ലൊരു ക്യാരക്ടറുണ്ട്. സോ അത്തരത്തിൽ വെറൈറ്റി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വിജയുടെ ഒക്കെ ഒരു ഏജ് എത്തുന്ന സമയത്തേക്ക് ആ ഒരു റേഞ്ചിലേക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വളരാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു നടനാണ് ശിവകാർത്തികേയൻ. ഇപ്പോൾ വിജയുടെ സ്റ്റാർഡത്തിനെ മറികടക്കുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡാണെന്നുണ്ടെങ്കിലും എല്ലാവരും കയ്യിലെടുക്കാനുള്ള കഴിവ്, അയാളെന്ന മനുഷ്യനുണ്ടല്ലോ, അയാൾ എല്ലാവരുടെ മനസ്സിലും കയറി കൂടാൻ പറ്റിയ തരത്തിലുള്ളൊരു മനുഷ്യനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എല്ലാ കഴിവുകളും ഉണ്ട്, എല്ലാം അടിപൊളിയായിട്ട് ചെയ്യും. ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട്, ആക്ഷൻ, കോമഡിക്ക് കോമഡി, ഫാമിലിക്ക് ഫാമിലി, എല്ലാം വഴങ്ങുന്ന ഒരു എൻ്റർടൈനറാണ് ശിവകാർത്തികേയൻ എന്ന് പറയുന്നത്. ഇമോഷൻ ചെയ്യുന്നതാണെങ്കിലും വെട്ടിപ്പായിട്ട് വെട്ടിച്ചില്ലായിട്ട് ചെയ്യും. ആക്ച്വലി വൺ ഓഫ് ദ ബെസ്റ്റ് ഓൾറൗണ്ടറാണ് ശിവകാർത്തികേയൻ. ആളൊരു പ്രൊഡ്യൂസറാണ്, അതുപോലെ തന്നെ നല്ലൊരു സിംഗറാണ്, എല്ലാം ഉണ്ട്. ഇപ്പോൾ വിജയ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട്. സോ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും തമിഴിലെ ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാർ ആവാൻ യോഗ്യതയുള്ള, അതായത് നെക്സ്റ്റ് ജെൻ സൂപ്പർ സ്റ്റാർ ആവാൻ യോഗ്യതയുള്ള ഒരു ആക്ടർ തന്നെയാണ് ശിവകാർത്തികേയൻ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ടൈറ്റിൽ ഗ്ലിംസ് കണ്ടതിന് ശേഷം ബാക്കി നോക്കാം. ശ്രീലക്ഷ്മി മൂവീസ് ആ കാറ് നിർത്തിയിരിക്കുന്നു. മുരുകദോസ്, അനിരുദ്ധ് മ്യൂസിക്കൽ, വെടിച്ചില്ലടി, വിദ്യുത് ജമാലും ബിജു മേനോനൊക്കെ ഉണ്ട്. പാട്ട്, ഡാൻസ്, വെടി, പുക. മദ്രാസി, ഞാൻ മദ്രാസിന്ന് എഴുതി കാണിച്ചിട്ട് ബാക്കിൽ മറ്റേ തമിഴ്നാടിന്റെ ആ ഒരു മാപ്പ്, തമിഴ്നാടിനെയാണ് ആ ഒരു മാപ്പൊക്കെ കാണിച്ചിരിക്കണൊക്കെ നല്ല രസമായിട്ടുണ്ട്. എനിക്ക് സെറ്റപ്പൊക്കെ കണ്ടിട്ട് ഇതൊരു തമിഴ്നാട്ടിൽ മാത്രം നടക്കുന്ന കഥയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ ആക്ഷൻ സീക്വൻസുകളും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു പാൻ ഇന്ത്യൻ ലെവലിൽ പരിപാടി നടത്തുന്ന ഒരു പരിപാടിയൊക്കെ ആയിട്ട് തോന്നുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ മലയാളത്തിൽ നിന്ന് ബിജു മേനോനുണ്ട്, വിദ്യുത് ജമാലുണ്ട്. എല്ലാവർക്കും അറിയാം തുപ്പാക്കി ഫെയിമാണ്. പക്ഷെ അങ്ങനെ അതിന് ശേഷം അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള റോൾ എന്ന് പറയാൻ അഞ്ചാനിലുള്ള ഒരു ചന്ദ്രു എന്ന് പറയുന്ന റോള് മാത്രമേ ഉള്ളൂ. ബാക്കി അങ്ങനെ വലിയൊരു സംഭവമായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല തമിഴിനകത്ത്. കിഡിലൻ വില്ലനാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വിദ്യുത് ജമാൽ. ഇപ്പം നായകനായിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കിണ്ണൻ വില്ലൻ ആറ്റിറ്റ്യൂഡൊക്കെ അങ്ങനെ ഗംഭീര സാധനമാണ്, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ നമ്മുടെ രക്ഷിത് ഷെട്ടിയുടെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള നായികയുടെ പേര് ഞാൻ മറന്നുപോയി. മറ്റേ IAB എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു പടം ഉണ്ടായിരുന്നല്ലോ, അതിലത്തെ നായിക. അവര് നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ്. അവരിതിൽ കാണാൻ നല്ല രസമായിട്ടുണ്ട്. അതിലത്തെ ആ ഒരു നാടൻ ലുക്കൊന്നും അല്ല, ഇതിനകത്ത് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് ഗ്ലാമറായിട്ട് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിനകത്ത് ആകെ ഒരു 40-45 സെക്കൻഡുള്ള ഒരു ചെറിയൊരു ഗ്ലിംസ് മാത്രമല്ല, എന്താണ് സംഭവം എന്ന് പോലും മനസ്സിലായില്ല. കുറേ ട്രക്കുകൾ ഇങ്ങനെ നിരന്ന് ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്നുണ്ട്. അതിൽ വേറൊരു ട്രക്ക് വന്നിട്ട് ഒരുപാട് വണ്ടികൾ ഇടിച്ച് തെറിപ്പിക്കുന്നു, ബോംബ് ബ്ലാസ്റ്റിംഗ് നടത്തുന്നു. അതുപോലെ തന്നെ ശിവകാർത്തികേയൻ്റെ ആക്ഷൻ ആറ്റിറ്റ്യൂഡിൽ ഇതിൽ നല്ലൊരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ശിവകാർത്തികേയൻ റഫായിട്ടുള്ള ആക്ഷൻ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അങ്ങനെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മാനറിസങ്ങൾ, ഇതിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നതൊക്കെ നല്ല രസമായിട്ടുണ്ട്. അടിപൊളിയായിട്ടൊരു ഒരു ശിവകാർത്തികേയന്റെ കരിയറിലൊരു ഗെയിം ചേഞ്ചർ പടം ആവാനുള്ള എല്ലാ സാധനവും ഞാൻ കാണുന്നു. മദ്രാസി എന്ന് പറയുന്ന പേര് വലിയൊരു പഞ്ച് എനിക്ക് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിലും
പക്ഷെ കാണിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയലും കിടലിനായിട്ടാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതൊരു ആവറേജ് സീനിനെ പോലും എലിവേറ്റ് ചെയ്യിക്കാൻ കെൽപ്പുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അല്ലെങ്കിൽ അത് ചെയ്യാൻ കെൽപ്പുള്ള ഒരു മ്യൂസീഷ്യനാണ് അനിരുദ്ധ് എന്ന് പറയുന്നത്. ഒരു മജീഷ്യനാണ്. ശിവകാർത്തികേയനൊപ്പം വന്നിട്ടുള്ള സമയത്തൊക്കെ വെടിച്ചില്ല ഐറ്റംസ് ആണ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ വേറൊരു ടൈപ്പ് സാധനമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സാധാരണ കണ്ടുവരുന്ന അനിരുദ്ധ് ശിവകാർത്തികേയന്റെ ആ ഒരു കോംബോയിൽ നിന്ന് വിട്ടുകൊണ്ട് വേറൊരു ടോണാണ് ഈ ഒരു ഗ്ലിംസിനകത്ത് കേൾക്കാൻ പറ്റും. നല്ല ബീറ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിട്ട് വെടിച്ചിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എഡിറ്റർ ശ്രീകർ പ്രസാദ് ആണ്. നല്ല രസമായിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്ലിംസ് കട്ട് ചെയ്തിട്ടുള്ളത് ആരാന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പടത്തിൻ്റെ എഡിറ്റർ ശ്രീകർ പ്രസാദ് ആണ്. അങ്ങേരെ കുറിച്ച് അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് കാലത്തെ പ്രവൃത്തി പരിചയം അങ്ങേർക്ക് ഉള്ളതുകൊണ്ട് എന്തൊക്കെ എങ്ങനെയൊക്കെ വേണം എന്നുള്ളതൊക്കെ മൂപ്പർക്ക് നല്ല വെടിപ്പായിട്ട് അറിയും. അതും എയർ മുരുകദോസിനൊപ്പം ഒക്കെ നല്ല വിഷനുള്ള ഒരു ഡയറക്ടറാണ് എയർ മുരുകദോസ്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, ഇത്രയധികം ഗ്യാപ്പ് എടുത്ത് ചെയ്യുന്നൊരു പടമാണ് എയർ മുരുകദോസ്. കാരണം 1-2 തൊട്ടു അതൊക്കെ പഴച്ചു എന്ന് കണ്ട സമയത്ത് ടൈം എടുത്ത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം വരുന്നൊരു പടമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അതർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട്. നിങ്ങൾ ഈ ഒരു ടീസർ അല്ലെങ്കിൽ ഗ്ലിംസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ശിവകാർത്തികേയന്റെ ഇപ്പോഴത്തെ നിലവിലെ ആ ഒരു പൊസിഷൻ, അതിനെക്കുറിച്ച് എന്താണെന്നുള്ളതും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.